ഇത്രയും ഫെമിലർ ആയിട്ടുള്ള നമ്മുടെ ആമസോൺ വ്യൂ പോയിന്റിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഹിഡൻ സ്പോട്ട് നമ്മൾ എത്ര പേർക്കറിയാം? എങ്കിൽ പിന്നെ ഈ ഒരു ഹിഡൻ സ്പോട്ടിനെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് നമുക്ക് അതിരാവിലെ തന്നെ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് ഒരു സർക്കിട്ട് പോയിട്ട് വരാം. വ്യൂ പോയിന്റിലേക്ക് എത്തുക എന്നുള്ളത് ഒരു അരമണിക്കൂറത്തെ കഷ്ടപ്പാടിൻ്റെ നടത്തം തന്നെയാണ്. അതുകൊണ്ട് എത്രയും നേരത്തെ നമ്മൾ എത്തുന്നുവോ അത്രയും സർപ്രൈസിങ് ആയിട്ടുള്ള വിഷ്വൽസും ആ ഒരു ബ്യൂട്ടിനെസ്സും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാനാവും എന്നുള്ളതാണ്. പ്രതീക്ഷകളെ ഒട്ടും തന്നെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള അടിപൊളി വെതറായിരുന്നു നമുക്കിന്ന് ആമസോൺ വ്യൂ പോയിന്റിൽ നിന്നും കിട്ടിയത്. കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ഇത്തരം മേഘക്കൂട്ടങ്ങളെയൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ സർപ്രൈസിങ് ആയിട്ടാണ് ഇതുപോലുള്ള വ്യൂ പോയിന്റ്സിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുക. പലപ്പോഴും ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ലക്ക് എന്നൊക്കെ പലരും പറയുമെങ്കിലും തലേ ദിവസത്തെ വെതറും അല്ലെങ്കിൽ അത് രാവിലെ തന്നെ കാണുന്ന ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറെക്കുറെയൊക്കെ അത് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. അങ്ങനെ മൂടൽമഞ്ഞിൻ്റെ മറ നീക്കി ചാലിയാറിൻ്റെ വ്യക്തമായ പുഞ്ചിരിയൊക്കെ കണ്ട് നമ്മൾ ഇനി പോകുന്നത് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന കമ്പിക്കയം വാട്ടർഫാൾസിലേക്കാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ആമസോൺ വ്യൂ പോയിന്റിലേക്കുള്ള റോഡ് കയറാതെ നേരെ ഒരു 1.5 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ജംഗ്ഷൻ കിട്ടും. അവിടെ നിന്നും ഒരു റൈറ്റ് സൈഡിലേക്കുള്ള ടേൺ എടുത്ത് നമ്മൾ കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ തന്നെ ലെഫ്റ്റിലേക്കൊരു കുത്തനെയുള്ള വളവ് വരുന്നിടത്ത് ഇതുപോലൊരു പോസ്റ്റിനടുത്തു കൂടിയാണ് നമ്മുടെ വാട്ടർഫാളിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത്, സ്വന്തം റിസ്കിലല്ലാതെ ഇവിടെ പതിയിരിക്കുന്ന അപകടങ്ങളെ ഗൗനിക്കാതെയുള്ള ഇങ്ങോട്ടേക്കുള്ള യാത്രകൾ നിങ്ങൾ തുടരരുത് എന്നുള്ള ഹംബിൾ റിക്വസ്റ്റ് കൂടിയാണ്. ഇതുപോലുള്ള സർക്കിറ്റ് ഇൻഫോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കേണ്ട.